ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ എനിക്ക് ചെമ്പന്നിപ്പൂവിൻ്റെ കഥ പറയാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ എനിക്ക് വയ്യായിരുന്നു തീരെ. ഇപ്പം എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ പറയാം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ വീരാനെ അങ്ങനെ കടയിൽ വെച്ചിട്ട് കടയിൽ വെച്ചിട്ടല്ല, വഴിയിൽ വെച്ച് രേവതിനെ കാണുന്നു. അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. പിന്നെ വീരാനൊക്കെ പറയണു, വീരാനോട് എന്താ കാര്യം എന്ന് ശ്രുതി പറഞ്ഞിട്ടില്ലേ, വീരാനോട് സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ വേഷം കടിച്ചേക്കണം. അപ്പോൾ വീരാൻ പറയണു, കടയിൽ നിന്ന് ശ്രുതിയുടെ കടയിലാണ്, അതായത് ശ്രുതിയുടെ ഇലക്ട്രോണിക് ഷോപ്പിലാണ് വീരാൻ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ വീരാൻ പറയണു, നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര രഹസ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ശ്രുതി, എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ നിങ്ങൾ വെറുതെ പറയാമെന്ന്, എന്നെ പറ്റിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ എന്തോ ഒരു വലിയ രഹസ്യം പേറിയിട്ടാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ബീരാനക്കത് ആരോട് പറയരുത് പറയണ ശ്രുതിയെ, ഇല്ലേ ഞാൻ ആരോടും പറയില്ല, പക്ഷെ മനസ്സിൽ ഞാൻ എന്തൊക്കെയോ കുറേ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടമായിട്ട് വീരാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനായിട്ട് പറഞ്ഞിട്ട് നിൻ്റെ ജീവിതം നശിപ്പിക്കില്ല എന്ന് പറയണം. അത് കാണുമ്പോൾ ശ്രുതിക്ക് വിഷമവും. അപ്പോൾ ശ്രുതി മീരോട് പറയും, രേവതിനെ സൂക്ഷിക്കണം, അവരൊക്കെ രേവതി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും, ശരി ഞാൻ അവരെ വാച്ച് ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ ചന്ദ്രോദയത്തിൽ രേവതി സച്ചി കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സച്ചി വർത്താനം പറയാൻ വരുമ്പോൾ രേവതി പറയും, സച്ചി ഏട്ടാ എനിക്കൊരു കാര്യം പറയാണ്ട് പറയണം. അപ്പോൾ എന്താ ചോദ്യം പറയും, ശ്രുതിയുടെ ഇളയച്ചനില്ലേ മലേഷ്യയിൽ തൂവ്, ആളെ ഞാൻ കണ്ടു പറയാം. നീ എന്താ പറയണം, ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെ നീ കാണുന്ന, ആൾ മലേഷ്യയിലല്ല, ആൾ ഉത്തരേന്ത്യയിലല്ലേ, കറക്കത്തിലല്ലേ ചോദിക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് ശ്രുതി കേൾക്കും. ശ്രുതി കേൾക്കുമ്പോൾ ശ്രുതി ജനലിൻ്റെ മറവിൽ മറഞ്ഞു നിൽക്കണം, ഇവരെന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി പറയും, അല്ല സച്ചേട്ടാ, സത്യമായിട്ടും ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് കണ്ടു, അവിടെ എന്താ ഷൂട്ടിങ് എന്തൊട്ട് നടക്കണോടത്താണ് വണ്ടിയിൽ കണ്ടത്, എന്നെ കണ്ടത് ആൾ വണ്ടി എടുത്തിട്ട് പോയി എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം, നീ സത്യമാണോ പറഞ്ഞത്, ഒരാളെ പോലെ 9 ആളുണ്ട് എന്നല്ലേ, അങ്ങനെ ആരെങ്കിലും നീ കണ്ടെന്ന് പറയുമ്പോൾ, അല്ല സച്ചേട്ടാ സത്യമായിട്ടും ഞാൻ ആളെ തന്നെയാണ് കണ്ടത്, എനിക്ക് ഉറപ്പാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയും, പാർലേട്ടത്തേക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, ഞാൻ അത് ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ മാറി സച്ചേട്ടാ. അപ്പോൾ ശ്രുതി എന്തെങ്കിലും നമ്മെന്ന് മറക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയും, പാർലേട്ടത്തേക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് രേവതി, നമുക്കത് കണ്ടുപിടിക്കണം സച്ചിയുടെ, നമുക്കിതൊക്കെ അച്ഛനോട് തുറന്നു പറഞ്ഞാലോ പറയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രുതി ഒന്ന് കേൾക്കണ്ട കേട്ടോ. അപ്പോൾ വേണ്ടപ്പോൾ പറയണ്ട, തെളിവ് സഹിതം പറയണം. ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ പാർലേട്ടത്തിൽ നേരെ നമ്മുടെ നേർക്ക് തിരികെ, അപ്പോൾ നമ്മൾ കുറ്റക്കാരാവും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നമുക്ക് വഴക്ക് കേൾക്കേണ്ടി വരും, നമുക്ക് എല്ലാ തെളിവും കിട്ടട്ടെ എന്നിട്ട് പറയാമെന്ന് പറയണം. ഓ ആയി തന്തം എടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ ശ്രുതി കേൾക്കണം. അപ്പോൾ ശ്രുതി കേൾക്കണം, ഈ രേവതി സച്ചിയുമാണ് എൻ്റെ ജീവിതം കൊളന്നുകൊണ്ടുള്ള ആൾക്കാർ തോന്നുന്നു, ഇവരെ സൂക്ഷിക്കണം, ഇവരുടെ ശ്രദ്ധ ഇനി ഒരിക്കലും ഇളയച്ചനിലേക്ക് തിരിയരുതെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കണം ശ്രുതി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നു, കഴുത്ത് ശരിയായപ്പോൾ എന്തൊരാശ്വാസം, ദൈവമേ ഞാൻ എന്താ അനുഭവിച്ചെന്നൊക്കെ പറയണം. ആ സമയത്ത് രേവതി ചായ കൊണ്ട് വരുന്നു. അച്ഛൻ ചായ പറഞ്ഞ് ചായ കൊടുക്കണം. അപ്പോൾ പറയാം, ഓരോരുത്തരുടെ പ്രാക്കാ എനിക്കിങ്ങനെ ആയതെന്നൊക്കെ പറയണം. അപ്പോൾ രേവതി അമ്മ ചായ കുടിച്ചോളൂ പറഞ്ഞിട്ട് ചായ കൊടുത്തിട്ട് മിണ്ടാതിരിക്കണം. അപ്പോൾ ശ്രീകാന്ത് വർഷം വരുമ്പോൾ പറഞ്ഞു, വർഷം ശ്രീകാന്തിനുള്ള ചായ ഇത് അവിടെ എടുത്ത് വെച്ചിട്ട് കുടിച്ചോളൂ എന്ന് പറയണം. അപ്പോൾ ശരി എന്ന് പറയണം. വർഷം ശ്രീകാന്ത് ഡാ വായോ ചായ കുടിക്കാൻ, എന്താ നിനക്കുള്ള ചായ ഇവിടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് ഇറങ്ങി വരുമ്പോൾ ചന്ദ്രമതിക്ക് ഇതൊന്നും തീരെ പിടിക്കണില്ല ഡാ എന്നൊക്കെ വിളിക്കുന്നത്. ചന്ദ്രമതി ചോദിക്കും, നിങ്ങൾ എന്താ എത്ര ലേറ്റായി എന്ന് ചോദിക്കും. അപ്പോൾ വർഷം എടുത്ത് വയ്ക്കാൻ, ഇനി ഇവൻ എന്നെ ഉറങ്ങാൻ വിടണ്ടേ ആൻറ്റി എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് എന്താ വർഷം ഇത്, അല്ല അമ്മേ അത് വേറെ ഒന്നല്ല പറഞ്ഞ് കിടന്ന് ശ്രീകാന്ത് കിടന്ന് പരിങ്ങണം. അല്ല അമ്മേ ഞങ്ങൾ ഇന്നലെ കളി കണ്ടിരുന്നു, അതുകൊണ്ടാണ് നേരം വൈകിയെന്നൊക്കെ പറയണം. അപ്പോൾ വർഷം പറയാം, അതെ ഗെയിം കണ്ടിരുന്നിട്ടേ ശ്രീകാന്ത് ഞങ്ങൾ ഉറങ്ങാൻ ലേറ്റായി ആൻറ്റി, അതുകൊണ്ടാണ് നീക്കാൻ നേരം വൈകിയതെന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പുറത്തേക്ക് തിന്ന് രവീന്ദ്രനോട് പറയണം, ഇപ്പോഴത്തെ പിള്ളേർക്ക് വന്ന് ബോധമില്ല, അവൾക്കൊരു തുണ്ട് പോലും ബോധമില്ല, കണ്ടില്ലേ ഭർത്താവിനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ വർഷം പറയാം, എന്താ ആൻറ്റി എന്നെ പറ്റിയാണ് പറഞ്ഞു നോക്കും. അല്ല ഇപ്പോഴത്തെ പിള്ളേർ എടാ പോടാന്നൊക്കെ കെട്ടിയവന്മാരെ വിളിക്കണമെന്ന് പറയുമായിരുന്നു വർഷയെ പറയാണ്. അതിന് ആൻറ്റി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമൊന്നുമല്ല, ഞങ്ങൾ ഫ്രണ്ട്സും കൂടിയല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി എന്ത് ചെയ്യും, ഒരു വീഡിയോ കോളായിട്ട്, ഇളയച്ച എവിടെ, ഇളയച്ച എത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട്, ഇളയച്ച സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്നൊരു വീഡിയോ കോളും കൊണ്ട് ഹാളിലേക്ക് കയറി വരണം. അപ്പോൾ ഇത് ആരാ മോളെ ശ്രുതി ചോദിക്കുമ്പോൾ പറയും, ഇളയച്ചനെ ആൻറ്റി പറയണം, ഇളയച്ചനാണോ, ഇളയച്ച എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രനോട് സംസാരിക്കുന്നു, ചന്ദ്രമതിയോട് സംസാരിക്കുന്നു. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ ഈ കേസിൻ്റെ കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. മോളെ ശ്രുതി നിനക്ക് സുഖമാണോ, നിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയുണ്ട്, ഒരു 5 ലക്ഷം രൂപ നിനക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ പറയാൻ. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവാൻ. ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങനെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവണം. പൈസ വരില്ല 5 ലക്ഷം കൂടി പറയുമ്പോൾ ശ്രുതിയുടെ മൊത്തം കേൾക്കുമ്പോൾ, അല്ല അതിപ്പോൾ ശ്രുതിക്ക് കൊടുക്കണതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ ഇളയച്ച ഇങ്ങനെയുണ്ട് സുഖമാണെന്ന് നിൽക്കുമ്പോൾ അതേ പറയാം, ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം എന്തായാലും 1 മാസത്തിനുള്ളിൽ ആളെ ഇറങ്ങും എന്നൊക്കെ പറയണം. ഞങ്ങൾ ശ്രുതിനെ കൊണ്ട് വഴിപാടൊക്കെ കഴിപ്പിച്ചായിരുന്നു, അപ്പോൾ ഇറങ്ങില്ലേ, അപ്പോൾ വഴിപാടിന് ഫലം ഉണ്ടായില്ലേ എന്നൊക്കെ പറയാണ് ചന്ദ്ര.
അത് കഴിഞ്ഞിട്ട് ശ്രുതിയോട് സംസാരിച്ചു, രവീന്ദ്രനോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ സച്ചി പറയും ഞാനും കൂടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഫോൺ മേടിച്ചിട്ട് പറയാം, അല്ല ഇളയച്ച എന്താ വിശേഷം? സുഖം സച്ചി, എന്ത് പറയണു, ഞാനിവിടെ ദുബായിലാണ് സച്ചി, നീ സുധീനെ ഇനി കുടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ പറയാം, ദുബായിൽ എവിടെയാണ് നിങ്ങൾ ചോദിക്കണം? അതിപ്പോൾ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല സച്ചി, ഞാൻ സിറ്റിയിൽ. അപ്പോൾ അവിടെ ഒട്ടകങ്ങളെയൊന്നും കാണാനില്ല പറയുമ്പോൾ ഞാൻ സിറ്റിയിലാണ് പറയണം. അപ്പോൾ സച്ചി പറയും, അതെ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരവിടെ ഡ്രൈവറുണ്ട്, നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ആൾ കൊണ്ടുപോകുന്നു പറയുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല സച്ചി പറയുമ്പോൾ കൊളാവെന്ന് തോന്നണ സമയത്ത് ശ്രുതി വേഗം വന്നിട്ട് ഫോൺ മേടിച്ചിട്ട് പറയും, മതി സംസാരിച്ചോ, ശ്രുതി സംസാരിക്കട്ടെ പറഞ്ഞിട്ട് ശ്രുതിയുടെ ഫോൺ കൊണ്ടു കൊടുക്കുക. ശ്രുതി ശരിയളേച്ചാൽ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പോയി കഴിയുമ്പോൾ രേവതി പറയും, മലേഷ്യയിലത്തെ ഇളയച്ചനല്ലേ വിളിച്ചത്, അപ്പം ഞാൻ കണ്ടത് ഇളയച്ചനെ ആവില്ല അല്ല സച്ചേട്ടാ, അദ്ദേഹം ഇപ്പോൾ ദുബായിലല്ലേ ചോദിക്കുമ്പോൾ സച്ചി പറയും, അല്ല രേവതി, നീ കണ്ടത് ശ്രുതിയുടെ ഇളയച്ചനെ തന്നെയാണ്. അതെന്താ സച്ചേട്ട എത്ര ഉറപ്പിച്ച് പറയണത് ചോദിക്കുമ്പോൾ പറയും, ഇത്രയും ദിവസം വിളിക്കാത്ത ഇളയച്ചൻ പെട്ടെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇളയച്ചനെ കണ്ടു എന്ന് നീ ശ്രുതിയോട് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം വിളിക്കാത്ത ഇളയച്ചനെ കൊണ്ട് അവൾ വിളിപ്പിച്ചെന്നുണ്ടെങ്കിൽ ഇത് അവൾ നാടകം കളിക്കുന്നതാണ്. ഒന്നുകിൽ അയാളൊരു ആക്ടറാണ്, ഇവളുടെ ഇളയച്ചനല്ല, എന്തായാലും അയാൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, അയാൾ ഇവിടുന്ന് എവിടേക്കും പോയിട്ടില്ല രേവതി, നമുക്ക് എന്തായാലും അയാളെ കണ്ടുപിടിക്കണം, അയാളെ കണ്ടുപിടിച്ച് കൈയോടെ എല്ലാ സത്യങ്ങളും നമുക്ക് അച്ഛനോട് പറയണം, അയാളെ കൊണ്ടുവന്നിട്ട് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ ഇളയച്ചനല്ല ബീരാനിക്കെന്നുള്ള സത്യം സച്ചി രേവതിയും കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനത്തെ ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്